നസ്രത്ത് സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപകൻ മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ പിതാവിന്റെ സ്വർഗഗേഹ പ്രവേശത്തിന്റെ 70-ാം വാർഷിക അനുസ്മരണവും ഫൗണ്ടേഴ്സ് ഡേയും ജനുവരി 10-ന് നസ്രത്ത് സഹോദരികളുടെ ആലുവയിലുള്ള ജനറലേറ്റിൽ വെച്ച് നടത്തുകയുണ്ടായി. മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ പിതാവ് എറണാകുളം അതിരൂപതയുടെ പ്രഥമ മെത്രാപ്പോലിത്തയായി 37 വർഷം സീറോ മലബാർ സഭയെ നയിച്ച സുഹൃത സമ്പന്നമായ ഇടയ ജീവിതത്തിന്റെ ഉടമ. എറണാകുളം അതിരൂപതയെ ഏറ്റവും ദീർഘകാലം നയിച്ച ഇടയശ്രേഷ്ഠൻ എന്ന ഖ്യാതിയും കണ്ടത്തിൽ പിതാവിന് സ്വന്തമാണ്. ഏറെ ദീർഘവീക്ഷണത്തോടെ എല്ലാറ്റിനെയും നോക്കിക്കണ്ടുകൊണ്ടിരുന്ന പിതാവിന് കുടുംബങ്ങളുടെ രക്ഷയെക്കുറിച്ച് 8.5 പതിറ്റാണ്ട് മുൻപേ ചിന്തയും ശ്രദ്ധയും ഉണ്ടായിരുന്നു എന്നതിന് തെളിവായിരുന്നു അദ്ദേഹം പുറപ്പെടുവിച്ചിരുന്ന ഇടയലേഖനങ്ങൾ. കുടുംബമായിരുന്നു ഇടയലേഖനങ്ങളിലെ പ്രധാന വിഷയം. സമൂഹത്തിന്റെ അടിത്തറയായ കുടുംബങ്ങളുടെ ഉത്തമ മാതൃകയായി അദ്ദേഹം വിരൽ ചൂണ്ടിയത് തിരുക്കുടുംബത്തിലേക്കാണ്. മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ പിതാവ് പറയുന്നു, നിങ്ങളുടെ കുടുംബം നസ്രത്തിലെ തിരുക്കുടുംബത്തിന്റെ ഒരു പ്രതിച്ഛായയാകുവാൻ സദാ ശ്രദ്ധിക്കുവിൻ. അങ്ങനെ കുടുംബങ്ങളുടെ സുസ്ഥിതിക്കായി, സ്ത്രീത്വത്തിന്റെ മഹനീയത പരിരക്ഷിക്കാനായി അദ്ദേഹം കുടുംബ പ്രേഷിത പ്രവർത്തനം മുഖ്യ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് 1948 മാർച്ച് 19-ന് എടക്കുന്ന് പാതുവാപുരത്ത് നസ്രത്ത് സന്യാസിനി സമൂഹം സ്ഥാപിച്ചു. ഈ സന്യാസിനി സമൂഹത്തിന് തുടക്കം കുറിക്കുവാൻ അഭിമന്യ കണ്ടത്തിൽ പിതാവിനോടൊപ്പം നിന്ന് സഹകരിച്ച എറണാകുളം അതിരൂപതയുടെ അന്നത്തെ പ്രൊക്രേറ്ററായിരുന്ന ഫാദർ ജോൺ പിണക്കാട്ടും ധ്യാന ഗുരുവായിരുന്ന മോൺസിഞ്ഞോർ മാത്യു മങ്കുഴിക്കരിയുമാണ് ഇതിന്റെ സഹസ്ഥാപകർ. ജനുവരി 10-ന് നടന്ന മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ പിതാവിന്റെ അനുസ്മരണ ആഘോഷവേളയിൽ പിതാവിന്റെ അന്നത്തെ സെക്രട്ടറി ആയിരുന്ന ഫാദർ തോമസ് മൂത്തേടൻ കണ്ടത്തിൽ പിതാവിനെ കുറിച്ച് എഴുതിയ മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ എന്ന പുസ്തകം ഫാദർ സേവ്യർ തേലക്കാട് മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ എ സെയിൻലി ആർച്ച് ബിഷപ്പ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത് അതിന്റെ പ്രകാശന കർമ്മം നടത്തുകയുണ്ടായി. തോമസ് മൂത്തേടൻ അച്ഛന് കണ്ടത്തിൽ പിതാവ് ആരായിരുന്നെന്നും നസ്രത്ത് സന്യാസിനി സമൂഹത്തിന് കണ്ടത്തിൽ പിതാവ് ആരായിരുന്നെന്നും പിൻഗാമിയായ പാറേക്കാട്ടിൽ പിതാവിന് കണ്ടത്തിൽ പിതാവ് ആരായിരുന്നെന്നുമുള്ള 3 കാഴ്ചപ്പാടുകളുടെ ഒത്തുചേരലാണ് ഈ പുസ്തകത്തിനുള്ളിൽ ഗ്രന്ഥകർത്താവ് ചേർത്തിരിക്കുന്നത്. CMI സന്യാസ സമൂഹത്തിന്റെ തിരുഹൃദയ പ്രൊവിൻസിലെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റവറൻഡ് ഫാദർ ബെന്നി നൽക്കര പുസ്തകത്തിന്റെ ആദ്യ കോപ്പി നസ്രത്ത് സന്യാസിനി സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറൽ മദർ ടെറസിന് നൽകിയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. ഈ അവസരത്തിൽ ഫാദർ സേവ്യർ തേലക്കാട് സദസ്സിന് പുസ്തകം പരിചയപ്പെടുത്തി. അതിരൂപതയുടെ ആർക്കിടെക്ട് ആയിരുന്ന മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ പിതാവിന്റെ ചരിത്രം ഈ കാലഘട്ടത്തിന് വളരെ അനിവാര്യമാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പ്രസ്തുത ചടങ്ങിൽ പ്രൊവിൻഷ്യൽ സുപ്പീരിയേഴ്സ്, വിവിധ ഭവനങ്ങളിൽ നിന്ന് എത്തിയ CSN സിസ്റ്റേഴ്സ്, സന്യാസ പരിശീലനത്തിലായിരിക്കുന്നവർ, ഫാദർ സേവ്യർ തേലക്കാട്ടിന്റെ സഹായി ഫാദർ പോൾ ചഗ്ഗേൽ, ഏതാനും ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവരും സന്നിഹിതരായിരുന്നു. ഇതിനെ തുടർന്ന് ഫൗണ്ടേഴ്സ് ഡേയും സമുചിതമായി ആഘോഷിച്ചു. ഫാദർ ബെന്നി നൽക്കര വിശുദ്ധ ബലി അർപ്പിച്ചു. ഓരോ വർഷവും ഫൗണ്ടേഴ്സ് ഡേ നമ്മിൽ ഉണർത്തേണ്ടത് കൃതജ്ഞതയുടെ ഒരു ഭാവമാണ്. സ്ഥാപക പിതാക്കന്മാർ പകർന്നേകിയ സിദ്ധിയും ചൈതന്യവും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കി നമ്മുടെ സമർപ്പണ ജീവിതത്തെ നവീകരിക്കാനുള്ള സമയമാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത്. ഇന്നത്തെ വെല്ലുവിളികൾ മനസ്സിലാക്കി നസ്രായന്റെ രക്ഷാകര സ്നേഹം കുടുംബങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മെ ഒന്നുകൂടി ഉത്സാഹമുള്ളവരാക്കുന്ന ദിനം കൂടിയാണ് ഫൗണ്ടേഴ്സ് ഡേ. തിരുക്കുടുംബത്തോടൊപ്പം തൃത്വ കൂട്ടായ്മയുടെ ചൈതന്യം ജീവിക്കാൻ പരിശ്രമിക്കുന്നവരുടെ സമൂഹമാണ് നസ്രത്ത് സഭ.
ഈ 3 സഭാപിതാക്കന്മാരും കൈമാറി തന്നിട്ടുള്ളത് ത്രിത്വൈക ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കൂട്ടായ്മ തന്നെയാണ്. നസ്രത്ത് സഹോദരികളെ, കുടുംബങ്ങൾക്ക് വേണ്ടി പുനരർപ്പണം ചെയ്യുവാൻ ഈ ദിനം ക്ഷണിക്കുന്നു എന്നും അതിനാൽ കുടുംബങ്ങൾക്ക് പ്രത്യാശയുടെ കെടാവിളക്കാകുവാൻ കൂടുതൽ ശ്രദ്ധയുള്ളവരായി തീരണമെന്നും അദ്ദേഹം വചന സന്ദേശത്തിലൂടെ പങ്കുവച്ചു.